ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഡിസയർ യൂണിവേഴ്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് സമർപ്പിക്കാം, ഹൗ ടു അപ്ലൈ അവർ ഡിസയർ ടു യൂണിവേഴ്സ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫേമസ് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് അറിയുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല യൂണിവേഴ്സ് അപ്ലൈ ചെയ്യണം എന്നൊക്കെ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ് ഇങ്ങോട്ട് തരും എന്നാണ് കേട്ടിട്ടുള്ളത്. അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത് വിചാരിച്ചാൽ, അതിൽ മിസ്റ്റേക്സ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വൈ സ്റ്റിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ? ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളൊരു തെറ്റുണ്ട്. ആ തെറ്റ് നമ്മളിവിടെ കവർ ചെയ്യുന്നു. അതിനൊരു പരിഹാരം, കറക്റ്റായിട്ടുള്ള ആൻസർ ഈ വീഡിയോയിൽ തരുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്തിനാണ് സമർപ്പിക്കുന്നത്? വൈ യൂണിവേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നു. നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അവിടെ ഒരു സർവീസും നിങ്ങൾ പോയി കമാൻഡ് ചെയ്തതുകൊണ്ട് കിട്ടില്ല, ഡിമാൻഡ് ചെയ്തതുകൊണ്ട് കിട്ടില്ല, വാശി പിടിച്ചതുകൊണ്ട് കിട്ടില്ല, ആരുടെയെങ്കിലും കാല് പിടിച്ചതുകൊണ്ടും കിട്ടില്ല. അപ്ലൈ ചെയ്യണം ഫസ്റ്റ്. അതുപോലെ നിങ്ങൾക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം. മാനേജറുടെ കാലിൽ പോയി വീണ് കെഞ്ചിയാൽ കാര്യം കിട്ടുമോ? കിട്ടില്ല. അപ്ലൈ ചെയ്യണം, അല്ലേ? ദർ ഇസ് ജോബ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിനെ റെസ്യൂമേ എന്ന് പറയാം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ബാക്കിയുള്ള നിങ്ങളുടെ സ്റ്റഡി നടത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾ നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ആ കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് മാച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾ നന്നായിട്ട് അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ട്, ഈ ജോലി ഈ പൊസിഷനിൽ ആൾ ബെസ്റ്റാണെന്ന് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾ എന്തായി? സെലക്റ്റായി. ഇതാണ് യൂണിവേഴ്സിൻ്റെ പ്രൊസീജിയറും. ഒരിക്കലും നമ്മൾ എന്ത് ചോദിച്ചാലും യൂണിവേഴ്സ് അത് തരാനുള്ള യാതൊരു ബാധ്യതയും യൂണിവേഴ്സിനില്ല. നമ്മൾക്കാണ് തിരിച്ച് യൂണിവേഴ്സിനോട് ബാധ്യത, അത് മനസ്സിലാക്കണം. തിരിച്ചാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത്, യൂണിവേഴ്സിന് നമ്മുടെ ഡിസയേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യാൻ ബാധ്യതയുണ്ട്. അല്ല, തിരിച്ചാണ് ബാധ്യത. നമ്മൾക്ക് ഇങ്ങനൊരു ജീവിതവും ഇങ്ങനൊരു ജന്മവും ഇങ്ങനൊരു ലൈഫ് തന്നതിന് നമ്മൾക്ക് തിരിച്ച് അങ്ങോട്ടാണ് ബാധ്യത, ഇങ്ങോട്ടല്ല. അപ്പോൾ അത്രയും സുപ്രീമായ യൂണിവേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കമാൻഡ് ചെയ്ത് ആഗ്രഹം നടക്കുമോ? ഇല്ല. നമ്മൾ ജോലി കിട്ടാൻ എന്താ ശ്രമിക്കുന്നത്, അതേപോലെ അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ 3 കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങളൊരു ഡിസയർ ഉണ്ട്, നിങ്ങളൊരു ആഗ്രഹമുണ്ട് വിചാരിക്കുക. അത് മാനിഫെസ്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ യൂണിവേഴ്സിനോട് ഒരു പ്രത്യേക ഫോർമാറ്റിൽ, റെസ്യൂമേ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യണം. അതിൽ ആദ്യത്തെ ഒരു നിയമം, പല റൂൾസ് ഉണ്ട്, ഒരു 3 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് മുകളിലായിരിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ മനസ്സിലാവുന്ന പോലെ പറയാം. അംബാനി വിചാരിക്കുകയാണ്, നാളെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ, എൻ്റെ അല്ല അംബാനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നാളെ 500 കോടി ക്രെഡിറ്റ് ആവണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ആവും. കാരണം എന്താ? അദ്ദേഹത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? 500 crores എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ടേ അല്ല, ഒരു ചെറിയ പെർസെൻറ്റേജ് ആണ് അദ്ദേഹത്തിന്. പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിലിരിക്കുന്ന ഒരാൾ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അടുത്ത 1 വർഷത്തിൽ, അടുത്ത 2-3 മാസത്തിൽ 25 കോടി എൻ്റെ അക്കൗണ്ടിൽ കയറണം, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുകയേ വേണ്ട, അത് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. കുറേ ലോ ഓഫ് അട്രാക്ഷൻ ചാനൽസിൽ പറഞ്ഞല്ലോ, ഈ ആക്ടർ, ആ ആക്ട്രസ്, ഈ വെസ്റ്റേൺ വേൾഡിലുള്ള ഇന്ന പ്രൊഫസറൊക്കെ അവരുടെ ബുക്കിൽ 25 കോടി എനിക്ക് കിട്ടുന്നൊക്കെ എഴുതി വെച്ചു, മില്യണറാവുന്ന എഴുതി വെച്ചു, അവരായി. വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിക്കണം, അവരെഴുതി വെച്ചിട്ട് കൈയും കെട്ടി കിടന്നുറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ രാത്രി അഫർമേഷൻ ഓഡിയോ കേട്ട് കിടന്നുറങ്ങിയിട്ടില്ല, അതിനുവേണ്ടി തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് റുപ്പീസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസിന് കൊടുത്തിട്ടില്ല. അതവരുടെ ഒരു വിൽ പവറാണ്. ഞാനത് നേടും എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ട് അവർ പോയി അധ്വാനിച്ചു, അല്ലേ? അവർക്ക് കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് അവർക്ക് അറിയാം. എനിക്കൊരു 1 മില്യൺ വേണമെന്ന് പറഞ്ഞു, 10 കോടി വേണമെന്ന് മനസ്സിൽ വിചാരിച്ചു എന്ന് വിചാരിക്കുക. ഈ 10 കോടി എനിക്ക് വേണമെങ്കിൽ അതിനൊരു കപ്പാസിറ്റി വേണം. ആ 10 കോടി ഒരു എനർജി പോലെ എന്നിലേക്ക് ഒഴുകി എത്തണമെങ്കിൽ, മണി ഈസ് എനർജി, അത് ഒഴുകി എത്തണമെങ്കിൽ ഞാൻ അതിന് മാച്ചിങ് ആയിട്ട് വളർന്നിരിക്കണം. ഇപ്പം എനിക്കില്ല, ഇപ്പം എനിക്ക് ആ എനർജി ഇല്ല, പക്ഷെ ഞാൻ അതിന് ഈക്വലായിട്ട് ആ കപ്പാസിറ്റിയിൽ വളർന്നിരിക്കണം. എന്നാൽ മാത്രമേ അത് എങ്ങോട്ടേക്ക് ഒഴുകുള്ളൂ. അല്ലാതെ ഒരു കപ്പാസിറ്റിയും ഇല്ലാതെ ഒരു സാധാ മനുഷ്യനായിട്ട്
ഒന്നും വർക്ക് ചെയ്യാതെ ചുമ്മാ പേപ്പറിൽ അഫർമേഷൻ ഇങ്ങനെ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ ഞാൻ മില്യണർ ആയേ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നാലൊന്നും സംഭവം വരില്ല. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് യു ഷുഡ് നീഡ് ദ കപ്പാസിറ്റി. കാരണം നിങ്ങളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 5 ലക്ഷമാണെന്ന് വിചാരിക്കുക. ആനുവൽ ഇൻകം 5 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഈ ഒരാൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് 5 കോടി വേണം. നിങ്ങളുടെ കപ്പാസിറ്റിൻ്റെ അടുത്ത് പോലും അല്ല. കാരണം എഗെയിൻ പറയാണ് മണി ഈസ് എനർജി. അപ്പോൾ മണി കൂടുക എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ എനർജി വേണം. അത്രയും സൂപ്പർ വൈബ്രേഷൻ ആയിരിക്കണം. ഈ പുണ്യമാണ് മണി എന്നല്ല ഞാൻ പറയുന്നത്, വളരെ പ്ലെയിൻ ടേംസിൽ മണി ഈസ് എനർജി. 10 രൂപ ഒരു 1% എനർജി ആണെങ്കിൽ 100 രൂപ 100%, 1000%. മനസ്സിലായില്ലേ? അപ്പോൾ കോമ്പൗണ്ട് ആവും തോറും, പൈസ കൂടുന്തോറും അതിൻ്റെ ആ ഒരു എനർജി കോമ്പൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മാച്ചിങ് ആയിരിക്കണം എന്നർത്ഥം. അത്രയേ ഉള്ളൂ. സോ 5 lakhs-ഉം 5 crores-ഉം കമ്പൈൻ ചെയ്യുമ്പോൾ 5 കോടി ഒരു ഹയർ വൈബ്രേഷനാണ്, വലിയൊരു വൈബ്രേഷനാണ്. 5 lakhs എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ 5 ലക്ഷം ചെറിയ എമൗണ്ട് എന്നല്ല പറയുന്നത്, കമ്പയർ ചെയ്യുമ്പോൾ 5 ലക്ഷം ലോവർ വൈബ്രേഷനാണ്. നിങ്ങൾ ലോവർ വൈബ്രേഷനിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് 5 കോടി എന്ന് പറഞ്ഞ ഹയർ വൈബ്രേഷനാണ്. എത്ര ദൂരമുണ്ട് നോക്കൂ കപ്പാസിറ്റിയിൽ. അപ്പോഴും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ സേർമാർ പറയും അല്ലേ, കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് അവർ പറയും ഇല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കുക, ഒരു തെറ്റുമില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറയും. അങ്ങനെയല്ല പരിപാടി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയറിന് ഒരു വൈബ്രേഷൻ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വൈബ്രേഷനാണ്. ഇത് സ്പിരിച്വൽ സയൻസ് മാത്രമല്ല, ഇത് ഫിസിക്സുമാണ്, ക്വാണ്ടം ഫിസിക്സുമാണ്, എല്ലാമാണ്. ഓക്കെ, ഇറ്റ്സ് സയൻസ്. മോഡേൺ സയൻസുമാണ്, സ്പിരിച്വൽ സയൻസുമാണ്. എവറിത്തിങ് ഇസ് വൈബ്രേഷൻ. അപ്പോൾ സിമിലർ വൈബ്രേഷൻ അട്രാക്റ്റ് ആവും. നിങ്ങളുടെ വൈബ്രേഷൻ ലോവർ ആണെങ്കിൽ ഹയർ ആയിട്ട് കിടക്കുന്ന അത്രയും വലിയ പൈസ നിങ്ങൾക്ക് വരില്ല. അതേപോലെ നിങ്ങൾ നല്ലൊരു ഹയർ വൈബ്രേഷനിലൊരു പാർട്ട്ണറെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ലോവർ ആണെങ്കിലോ യൂസ്ലെസ്. നിങ്ങൾ നാർസിസ്റ്റാണ്, നിങ്ങൾ ടോക്സിക് ആണ്, നിങ്ങൾ നെഗറ്റീവാണ്. പക്ഷെ നിങ്ങൾ പറയുന്നു എനിക്ക് നല്ല ഇമോഷണലി സപ്പോർട്ടീവായ, ഫിനാൻഷ്യലി സ്റ്റേബിളായ, സ്പിരിച്വലായ, നല്ല സ്പിരിച്വൽ പ്രാക്ടീസ് ഉള്ളൊരു പാർട്ട്ണറെ എനിക്ക് വേണം, ഞാൻ അവരെ മാനിഫെസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളാരാ? നിങ്ങളുടെ വൈബ്രേഷൻ എവിടെ? അവരുടെ വൈബ്രേഷൻ എവിടെ നിൽക്കുന്നു? നിങ്ങൾ പറയുന്ന ക്രൈറ്റീരിയ അതെവിടെ കിടക്കുന്നു അല്ലേ? ഇപ്പോൾ ജോലിൻ്റെ ആ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിക്കുക. ഒരു കമ്പനിയിൽ മാസം 50,000 rupees സാലറി തരാം, 70,000 rupees സാലറി തരാം. പക്ഷെ അതിന് എലിജിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന ഡിഗ്രി വേണം, ഇത്രയും വർഷം എക്സ്പീരിയൻസ് വേണം, ഇത് വേണം. 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ട് ഒരു 17 വയസ്സുള്ളൊരു കുട്ടി പോയിട്ട് എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് റെസ്യൂമൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ജോലി കിട്ടുമോ? സെയിം. യൂണിവേഴ്സിനും കൃത്യമായ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. ആ ആഗ്രഹത്തിനൊരു വൈബ്രേഷൻ ഉണ്ട്. നിങ്ങളൊരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിച്ചു, നിങ്ങൾ കുറച്ച് നെഗറ്റീവാണ്, നിങ്ങൾ അവിടെ ലിസ്റ്റിൽ എഴുതുകയാണ് എന്നെ പോലെ തന്നെ നെഗറ്റീവ്, എന്നെ പോലെ തന്നെ ബുദ്ധി, എന്നെ പോലെ തന്നെ ചിന്ത, എന്നെ പോലെ തന്നെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ടക്കെന്ന് കിട്ടും. കാരണം എന്താ? നിങ്ങളുടെ വൈബ്രേഷനായിട്ട് മാച്ചിങ് ആണ്. പക്ഷേ ലോകത്തിൽ കുറച്ച് സാമാന്യ ബോധവും വിവരമുള്ള ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്നെപ്പോലെയുള്ള ഒരാളെ വേണമെന്ന്? എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണമെന്ന് പറയുന്നതിൽ പോയിൻ്റ് ഉണ്ട്. എന്നെപ്പോലെ ഒരാൾ എനിക്ക് പാർട്ണറായിട്ട് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നരകയാതനയാണ് അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ അത്രയും വലിയ ദുരന്തമാണ് ജീവിതത്തിൽ ക്ഷണിക്കുന്നത് അല്ലേ? ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മൾ എന്ത് ആഗ്രഹം പറയുമ്പോഴും, എന്ത് ഡിസയർ ആണെങ്കിലും നമ്മളെക്കാളും മേലെയാണ് ആഗ്രഹിക്കുക. ഹയർ വൈബ്രേഷനാണ് നമ്മൾ ആഗ്രഹിക്കുക, താഴെയല്ല. പ്രപഞ്ചം അതിന് തെറ്റെന്ന് പറയുന്നില്ല, പക്ഷെ റൂളുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചോ, പക്ഷേ ആ വൈബ്രേഷൻ നിങ്ങളുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. അതാണ് പ്രകൃതിയുടെ നിയമം, ദ കപ്പാസിറ്റി റൂൾ. യൂണിവേഴ്സ് നമ്മൾ പറയുന്നു എന്നെക്കാളും ഹയർ വൈബ്രേഷനോ ഡിസയർ എനിക്ക് വേണം. യൂണിവേഴ്സ് പറയുന്നു നിൻ്റെ വൈബ്രേഷൻ എന്താണോ അതിനുള്ളതേ തരുള്ളൂ. ഓക്കെ, നിൻ്റെ കയ്യിലുള്ള പൈസ എന്താണോ, നിൻ്റെ കയ്യിലുള്ള പ്രാണി കറൻസി എന്താണോ അതിന് ഈക്വലായിട്ടുള്ള കാര്യമേ തരുള്ളൂ. അതിന് കൂടുതൽ തരില്ല. ഇപ്പം നമ്മൾ ചോദിക്കും കട കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കടപ്പരിപാടി ഇവിടെ മെറ്റീരിയലായിട്ടേ ഉള്ളൂ. ലോൺ സംഭവങ്ങളൊക്കെ ഇവിടെയേ ഉള്ളൂ. യൂണിവേഴ്സിന് ദർ ഇസ് നോ സച്ച് തിങ്. എല്ലാം റിയൽ ടൈം. ഡു അണ്ടർസ്റ്റാൻഡ്? സോ ദിസ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് റൂൾ. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കപ്പാസിറ്റിയേക്കാൾ എത്രയോ വലുതാണ്.
ഈവൻ എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്കറിയുന്ന എൻ്റെ ആ പേഴ്സൺ തന്നെയാണ് എനിക്ക് വേണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാലും നിങ്ങൾ കമ്പൈൻ ആയാൽ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുന്നൊരു സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നത്തൊരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ? അത് മാച്ചിങ് ആയിരിക്കില്ല. ഒരാളൊരു ഇന്ന വൈബ്രേഷൻ, ഒരു കൈൻഡ് ഓഫ് നമുക്കൊരു മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് ഒരാളൊരു 15% ആണ് അവരുടെ ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. മറ്റേ പേഴ്സൻ്റെ വൈബ്രേഷൻ ഒരു 10% അല്ലെങ്കിൽ 10 ഫ്രീക്വൻസി ആണെന്ന് വിചാരിക്കുക. ഈ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് 200 ഫ്രീക്വൻസി വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. 25 ആണ് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിനെന്താണ് വഴി? രണ്ടുപേരും ഇൻഡിവിജ്വലി 100% ഫ്രീക്വൻസിക്ക് വന്നിട്ട് പിന്നെ നിങ്ങൾ കമ്പൈൻ ആയാൽ ദെൻ 200 ആഗ്രഹിക്കുന്നതിൽ ലോജിക് ഉണ്ട്. അത് യൂണിവേഴ്സ് തരും. ഇതാണ് ഡിഫറൻസ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല പാർട്ട്ണർഷിപ്പ് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാത്തത്? ഇപ്പോൾ ഒരു ലെവലുണ്ട്, ആ ലെവലിന് മുകളിൽ എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങളുടെ വൈബ്രേഷൻ ലോവറാണ്. ലോവർ എന്ന വാക്ക് മനസ്സിലാക്കുക. ലോവർ എന്ന് പറയുന്നത് നിങ്ങൾ ചീപ്പാണ് എന്നല്ല പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയറും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വൈബ്രേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ലോവർ ഹയർ എന്ന് പറയുന്നത്. ആരെയും ഞാൻ ഇൻഫീരിയർ എന്ന് വിളിക്കുകയല്ല. കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴെ, അത് മേലെ. സോ ഇറ്റ്സ് ഇംപോസിബിൾ. ഈ സിറ്റുവേഷനിൽ പൈസ ഉണ്ടാക്കുന്ന ഒരേ ഒരു ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ്. ലോവർ വൈബ്രേഷനിൽ ആഗ്രഹം വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഇന്നസെൻറ്റ് മൈൻഡിനെ പിടിച്ച് പിഴിഞ്ഞ് അവർ റിച്ചാവും, നിങ്ങൾ പോറായിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് അവരുടെ സ്വർണ്ണ ആ മറ്റെന്താ പറയുക, ഒരു കവർ ചെയ്തൊരു ഫ്രോഡ് വാക്കുകൾ വിശ്വസിക്കരുത്. അവർ നിങ്ങളിൽ ഒരാളാണെന്ന് തോന്നിപ്പിക്കും, പക്ഷേ അതൊരു ഡേഞ്ചറസ് ഏരിയ ആണ്, സൂക്ഷിക്കുക. അപ്പോൾ ഇതാണ് ഒരു ഒന്നാമത്തെ പോയിന്റ്, കപ്പാസിറ്റി. രണ്ടാമത്തെ പ്രകൃതി നിയമം. പ്രകൃതി നിയമങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ ഒരു ആഗ്രഹവും ചോദിക്കാൻ പാടില്ല. എനിക്ക് 4 കൈ വേണം, നടക്കില്ല. 2 കൈ, മനുഷ്യന് 2 കൈ എന്നുള്ളതാണ് റൂള്. ഈ റൂള് ചിലപ്പോൾ തെറ്റും. ഹാൻഡിക്യാപ്ഡ് ആയിട്ട് ജനിക്കുന്ന അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പേരുണ്ട്. അത് ദർ ആർ മെനി റീസൺസ് ഫോർ ഇറ്റ്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. നാച്ചുറൽ കോൺഫിഗറേഷനിൽ എങ്ങനെയാണ് വരിക? 2 കൈ ഉണ്ടാവുള്ളൂ. ഈ 2 കൈ നല്ല ശക്തിയുള്ളതായിരിക്കണം എന്ന് പറയുന്നത് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന സംഭവമാണ്. അതൊക്കെ കിട്ടും, ഒരു പ്രശ്നവുമില്ല. 4 കൈ വേണം, പറ്റില്ല. അത് റൂളിലില്ല, തരാൻ പറ്റില്ല. അതേതാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഉള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് കപ്പാസിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അതേപോലെ തന്നെയാണ്. ഒരു സിമിലറാണ്. പ്രകൃതി നിയമങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിരിക്കാൻ പാടില്ല. നിങ്ങൾ പ്രകൃതിക്കെതിരായിട്ട് പോകാൻ പാടില്ല. അതിനൊരു വളരെ ബേസിക് ആയിട്ടുള്ള റൂളുകളുണ്ട്, അത് നടക്കണം. അതിനപ്പുറം പോയാൽ തെറ്റിപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയാം. ചിലപ്പോൾ നിങ്ങൾ ജഡ്ജ്മെൻ്റായിട്ട് ഫീൽ ആവും, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഏർലി മാരേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? 18 പലരുടെയും വിവാഹപ്രായം. ആൺകുട്ടികൾക്ക് 21, പെൺകുട്ടികൾക്ക് 18. ലെറ്റ്സ് രണ്ടുപേരും അവരവരുടെ 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കൂ. ദർ വിൽ ബി എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, എ ലോട്ട്. സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. അവർ പിന്നീട് ഹാപ്പി ആവുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഇമോഷണൽ മെച്യൂരിറ്റി പോലെയാണ്. ഞാൻ പറയുന്നത് ചലഞ്ചസ് അവർ ഒരുപാട് ഫേസ് ചെയ്യും. കാരണം നമ്മൾക്ക് ആണായാലും പെണ്ണായാലും നമ്മുടെ സ്പിരിച്വലി ഓൾസോ പറയാണ്, പ്രാണിക് ബോഡി 21 ആണ് ഒരു കംപ്ലീഷൻ. ഓക്കെ, 21 വയസ്സ് കഴിഞ്ഞാലാണ് ആക്ച്വലി നമ്മൾ നമ്മളുടെ പാരൻസിൽ നിന്നും ഡിറ്റാച്ച് ആവുക എനർജറ്റിക്കലി. അവരുടെ കാർമിക് പാത്തിൽ നിന്നും അവരുടെ കാർമിക് എനർജിയിൽ നിന്നും ഡിറ്റാച്ച് ആവുന്നത് 21ാമത്തെ വയസ്സ് ശേഷമാണ്. അതിന് മുമ്പ് ഒരിക്കലും സംഭവിക്കില്ല. സോ അതിന് മുമ്പ് മാരേജ് ചെയ്യേ അല്ലെങ്കിൽ ആ സമയത്ത് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ടൂ മെനി അൺവാണ്ടഡ് കാർമിക് എനർജീസ്. നിങ്ങൾ രണ്ടുപേരും അത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഒരുപാട് പേര് വരും ഞാനൊന്നും ഫേസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെൻസിറ്റിവിറ്റി. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം തോന്നുന്നത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി പോലെയാണ്. ചിലർക്കൊന്നും വലിയ പ്രശ്നമായി തോന്നുന്നില്ല, മറ്റു ചിലർക്ക് തോന്നും. ഞാൻ എനർജറ്റിക്കലി സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ 21 കഴിഞ്ഞിട്ട് 25 വരെയുള്ളൊരു പ്രായമുണ്ട്. എനർജറ്റിക്കലി ഈ ഒരു ടൈം ഫ്രെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും. ഈ സമയത്താണ് നിങ്ങൾ ഇമോഷണലി മെച്യൂർ ആവാനുള്ളൊരു ചാൻസ്. ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി അത് തിരുത്താനുള്ള ചാൻസ്. നിങ്ങൾക്കൊരു രഹസ്യം അറിയോ? ഈ ടൈമിൻ്റെ ഇടയിൽ പ്രകൃതി വലുതായിട്ടൊന്നും നിങ്ങൾ ഒരു പണിഷ് ചെയ്യില്ല. നിയമം തെറ്റിച്ചാൽ വലുതായിട്ടൊന്നും പണിഷ് ചെയ്യില്ല. അതുവരെ എല്ലാവർക്കും ഒരു പെർമിഷൻ ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 18 താഴെ ആര് ക്രൈം ചെയ്താലും ജുവനൈലാണ്.
അല്ലേ? അവരെ വലിയൊരു ക്രൈമായിട്ട് കൊണ്ടിടില്ല. ദർ ആർ കൺസിഡറേഷൻ. അതേപോലെ പ്രകൃതിക്ക് 25-ാമത്തെ വയസ്സ് വരെ ലിബറലാണ്. 25-ാമത്തെ വയസ്സ് വരെ ദർ ഇസ് എ ഫ്രീഡം. നിങ്ങൾ തെറ്റ് വരുത്തിക്കോളൂ, ആ തെറ്റിന് ചെറിയ പണിഷ്മെൻ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, പഠിച്ചിരിക്കണം. അതേപോലെയാണ് ഇവിടെ ഈ പ്രകൃതി റൂൾ എന്ന് പറയുന്നത്. ഈ 25-ന് ശേഷം നിങ്ങൾ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്വീറ്റ്. പെൺകുട്ടികൾ ഓൾമോസ്റ്റ് അതിന് നിയർ, അല്ലെങ്കിൽ അതിന് ശേഷം, അല്ല അതിന് ശേഷം ആയാലും ഒരു കുഴപ്പമില്ല. ഐ വിൽ സേ ഇൻ എ സ്പിരിച്വൽ ആംഗിൾ ദാറ്റ് ഈസ് ഫാർ മോർ ബെറ്റർ. 25-ന് താഴേക്കാണെങ്കിലും 25 മുതൽ അങ്ങോട്ടുള്ള പ്രായത്തിൽ പെൺകുട്ടികൾക്ക് മാരേജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബെസ്റ്റ്. കരിയർ വൈസ് നോക്കിയാൽ നിങ്ങൾക്കൊരു സെൽഫായിട്ടുള്ള സ്റ്റാൻഡ് നിങ്ങൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ കിട്ടും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മെറ്റീരിയൽ നിങ്ങൾ എവിടെ ഏത് വീട്ടിൽ കയറി ചെന്നാലും ഭയക്കേണ്ട ആവശ്യമില്ല. സ്പിരിച്വലി ഓൾസോ ദിസ് ഇസ് എ വെരി ഗുഡ് ടൈം ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. അപ്പോൾ ഇതൊരു പ്രകൃതി നിയമമാണ്. അതേപോലെ ഓരോ ആഗ്രഹങ്ങൾക്കും പ്രകൃതി നിയമമുണ്ട്. അതിനെതിരായിട്ട് പോയാൽ നടക്കില്ല. ഓക്കെ, ദെൻ മൂന്നാമത്തേത് ഇൻറ്റ്യൂഷൻ. മൂന്നാമത്തെ പോയിന്റ് ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. പല ആൾക്കാർക്കും മനസ്സിൻ്റെ വോയിസ് എന്താണ്, ഇൻറ്റ്യൂഷൻ്റെ വോയിസ് എന്താണ് വേർതിരിച്ചറിയാൻ സാധിക്കില്ല, അല്ലേ? നിങ്ങൾ എത്രയോ പേര് പറയുന്ന കംപ്ലയിൻസ് ആണ്, അല്ലേ? ഇൻറ്റ്യൂഷൻ എനിക്ക് വർക്കാവുന്നുണ്ട്, ഇൻറ്റ്യൂഷൻ പല സമയത്ത് എന്നെ സഹായിക്കുന്നുണ്ട്. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചെയ്യും, കുഴപ്പമാവും. ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല, കുഴപ്പമാവും. അങ്ങോട്ട് പോകണ്ടെന്ന് പറയും, പോവും, അല്ലേ? അങ്ങോട്ട് പൊക്കോന്ന് പറയും, നിങ്ങൾ ചെയ്യില്ല, പ്രശ്നമായി. സോ ഇൻറ്റ്യൂഷൻ വർക്കാവുന്നുണ്ട്, അത്യാവശ്യം എല്ലാവർക്കും വർക്കാവുന്നുണ്ട്. പക്ഷേ അതിനെ ശ്രദ്ധിക്കാനും സ്പോട്ട് ഓൺ ചെയ്ത് ഉപയോഗിക്കാനും പലർക്കും പറ്റുന്നില്ല. അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് മെഡിറ്റേഷനും പ്രാണായാമം പോലുള്ളതാണ്. ലോകത്ത് വേറൊന്നും അത് ഇൻക്രീസ് ചെയ്യില്ല. സോ മൂന്നാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്നു, എനിക്ക് ഇന്നത് വേണം, പക്ഷേ ഇൻറ്റ്യൂഷൻ പറയുന്നു, മോനെ മോളെ വേണ്ട, അതിന് ആയിട്ടില്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് അനുസരിക്കുക. അതനുസരിക്കാണ്ട് ഇല്ലില്ല ഞാൻ എത്ര വേദന സഹിച്ച ആളാണെന്നറിയോ, ഞാൻ എത്ര പെയിൻ സഹിച്ച ആളാണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാടകം ഇറക്കി കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷനെ തടയാനൊന്നും സാധിക്കില്ല. അതിന് ഒരു വാർണിംഗ് തരാനല്ലേ സാധിക്കുള്ളൂ, തടയാനൊന്നും സാധിക്കില്ല. അതും ധിക്കരിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്, ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട, ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. യു നോ എവറിത്തിങ് വെരി ക്ലിയർലി, റൈറ്റ്? സോ മൂന്നാമത്തെ പോയിന്റ്, ഇൻറ്റ്യൂഷനെതിരായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളൊന്ന് ആഗ്രഹിച്ചു, ഇൻറ്റ്യൂഷൻ പറയാൻ സമയമില്ല, ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് ഫീൽ ആവും. അത് എത്ര ശ്രമിച്ചാൽ അതിന് ഒരുപാട് തടസ്സങ്ങൾ ഫീൽ. നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, ഒരുപാട് തടസ്സമുണ്ട്, ദാറ്റ് മീൻസ് ആയിട്ടില്ല. അതായത് കാർമിക്കലി പല റീസൺസ് ഉണ്ട്, അത് വലിയ ടോപ്പിക്കാണ്. ഓക്കെ, കാർമിക്കലി പല കാരണങ്ങളുണ്ടാവും. മാരേജ് ചെയ്യാൻ നോക്കുന്നു, എത്ര പേർക്ക് അനുഭവമുള്ളതാണ്, ഡിലേ വന്നുകൊണ്ടിരിക്കും. ദർ ആർ റീസൺസ്, കാർമിക്കലി ദർ വിൽ ബി സം പ്രോബ്ലം. ഇതൊന്നും അനുസരിക്കാതെ ഇല്ല ഞാൻ ഫോഴ്സ് ചെയ്യുന്നു പറഞ്ഞിട്ട് കയറി നിങ്ങൾ അതിനെ ഫോഴ്സ് ചെയ്ത് മാരേജിലേക്കോ ജോലിയിലേക്കോ കയറി എത്തിയാൽ, ഒരു ആഗ്രഹം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലൂടെ വലിയ സഫറിങ് ആണ് അനുഭവിക്കുക. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കാറുണ്ട്, അല്ലേ? സ്നേഹിച്ച് കല്യാണം കഴിച്ചു, ദെൻ അതിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്യും, അല്ലേ? ദേ വിൽ ഹാവ് സം പ്രോബ്ലം, ദർ വിൽ ബി ഫൈറ്റ്സ് ആൻഡ് നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കാറുണ്ട്. പല ഇന്ത്യയിലും ലോകത്തും എല്ലായിടും നമ്മളത് കേൾക്കാറുണ്ട്. ഇവിടെ നിങ്ങളതിൻ്റെ കേസ് ഒന്ന് കറക്റ്റായി കേസ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവർ മാരേജ് ചെയ്യുന്നതിന് മുമ്പേ രണ്ടുപേരും വലിയ തല്ലാണ്, നാർസിസ്റ്റിക് കണക്ഷനാണ്, ടോക്സിക് ആയിരിക്കും. ആൻഡ് ഇൻറ്റ്യൂഷൻ അവിടെ നോക്കുക വേണ്ട, പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ദിസ് ഈസ് വെരി ഹാംഫുൾ, ടോക്സിക് ആണ്. നമ്മൾ വാൺ ചെയ്യും, മോളെ മോനെ വേണ്ട, ഇറങ്ങണ്ട, ഇത് ഡേഞ്ചറാണ്. ധിക്കരിച്ചറിയാൻ കഴിഞ്ഞാൽ അതൊരു വളരെ ബാഡായിട്ടുള്ള എൻഡിങ്ങിൽ എത്തുള്ളൂ, അതിലൊരു ഡൗട്ടും വേണ്ട. സോ ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്. ഓക്കെ, സോ ഇത്രയും കാര്യം മനസ്സിലായല്ലേ? നൗ കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്, എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുക? വിഷ്വലൈസേഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിഷ്വലൈസേഷൻ ക്രിട്ടിസൈസ് ചെയ്ത ആളാണ്. എന്താ ഇപ്പോൾ ഇത് പറയുന്നത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ദർ ആർ മെത്തേഡ്സ്, കൃത്യമായ രീതികളുണ്ട്. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വിഷ്വലൈസേഷൻ അല്ല ഞാൻ പറയുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. മാനിഫെസ്റ്റേഷനിലെ പല സ്റ്റൈലുകളിൽ ഒരു സ്റ്റൈലാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒരു റൂട്ടാണ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുക. വിഷ്വലൈസേഷൻ ഉപയോഗിച്ചിട്ട് വി ആർ പ്രസൻറ്റിങ് ദ യൂണിവേഴ്സ്. കുറച്ചുകൂടി മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, ഒരു മാന്യത വേണം അപ്ലൈ ചെയ്യുമ്പോൾ. അതേപോലെ യൂണിവേഴ്സിനും ദർ ആർ സെർട്ടൻ ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പിക്കുക.
നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയർ നിങ്ങളുടെ വൈബ്രേഷൻ ഈക്വൽ ആണെന്ന് ഉറപ്പിക്കുക. പ്രകൃതി നിയമത്തിന് ഇതെല്ലാം എന്ന് ഉറപ്പിക്കുക. ദെൻ മൂന്നാമതായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഇനി പ്രകൃതി നിയമം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിച്ചാൽ മതി, അത് എല്ലാം കറക്റ്റായിരിക്കും. ഇൻറ്റ്യൂഷൻ അതിന് മാച്ചിങ് ആണെന്ന് ഉറപ്പിക്കുക. ഇൻറ്റ്യൂഷൻ തെറ്റ് പറയുന്നില്ല, വേണ്ട എന്ന് വാൺ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കുക. അതിനുശേഷം രാത്രി സമയം, ഓക്കെ, നൈറ്റ് ആകുമ്പോൾ, നൈറ്റ് എന്ന് പറയാനുള്ള റീസൺ നിങ്ങളുടെ മൈൻഡിൻ്റെ ആക്ടിവിറ്റി വളരെ ബാക്ക്വേർഡ് ആയിരിക്കും. മീൻസ് ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്ക്വേർഡ് അല്ല, ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നമ്മൾ ഫോൺ സ്ലീപ്പിലിടില്ലേ, അതേപോലെ സ്ലീപ്പിലായിരിക്കും ഇത് ഫംഗ്ഷൻ ആയിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ് കുറച്ചുകൂടെ ഒരു ഡീപ്പർ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് രാത്രി കിട്ടും രാവിലേക്കാളും. അതുകൊണ്ടാണ് രാത്രി മായാജാലമൊന്നുമല്ല, പലർക്കും രാത്രി മാജിക്കലായിട്ട് ഫീൽ ആവും അല്ലേ. രാത്രി സമയം മെഡിറ്റേറ്റ് ചെയ്യുന്നതും ആകാശം നോക്കിയിരിക്കുന്നതും നക്ഷത്രം നോക്കിയിരിക്കുന്നതൊക്കെ ഇറ്റ്സ് എ വെരി സോൾഫുൾ എക്സ്പീരിയൻസ്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കോൺഷ്യസ് മൈൻഡ് അവിടെ അത്ര ഡോർമെൻ്റ് അല്ല. ഓക്കെ, ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ്സ് വെരി ഈസി. അവിടെ നിങ്ങളൊന്നും ഡോമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. ഒരു രാത്രി സമയം തിരഞ്ഞെടുക്കുക. ഓപ്പൺ സ്കൈ ആണെങ്കിൽ അത്രയും നല്ലത്. നമുക്കൊരു കണക്ഷൻ ഫീൽ ആവണം. ലുക്ക് അറ്റ് ദ സ്കൈ. ഓക്കെ, നിവർന്നൊക്കെ ഇരുന്നിട്ട് ഒന്ന് ആകാശത്ത് നിവർന്നിരിക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിക്ക് വേണമെങ്കിൽ ഇരിക്കും. കാരണം ആപ്ലിക്കേഷൻ അയക്കലാണ്, നമ്മൾ യോഗ ചെയ്യലൊന്നുമല്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. ആകാശം നോക്കുക, അതിനോടൊന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തുടിപ്പാണ്, അതൊരു ജീവനാണ്. ഇറ്റ്സ് വൈബ്രേറ്റിംഗ്, അതിന് ജീവനുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഐ തിങ്ക് നാസ ആണ് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, ചിലപ്പോൾ തെറ്റാം, ഈ ഡാറ്റ തെറ്റായിരിക്കും, പക്ഷെ പറഞ്ഞ കണ്ടുപിടുത്തം കറക്റ്റാണ്. ഈ പ്ലാനറ്റ്, നമ്മുടെ ഭൂമി മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് പോലെ അതും തുടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർ മെഷർ ചെയ്തപ്പോൾ, വൈബ്രേഷൻ വെച്ച് മെഷർ ചെയ്തപ്പോൾ ഭൂമിയും ഒരു ഹാർട്ട് ബീറ്റ് പോലെ തന്നെ കറക്റ്റ് റിതമായിട്ട് അത് തുടിക്കുന്നുണ്ട്, ബീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രൂവണാണ്. അത് നാസ ആണോ എന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളൂ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പ്ലാനറ്റിന് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പ്രൂവണായി. ആര്? മോഡേൺ സയൻസ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യോഗികൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പം എല്ലാം ഇവർ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. യൂണിവേഴ്സ് ഹാസ് എ ലൈഫ്. യൂണിവേഴ്സിനും ഭൂമിക്കുണ്ട്, ഡെഫിനറ്റ്ലി യൂണിവേഴ്സിന് അതിനേക്കാളും വലുതായിട്ടുണ്ട്. അതിനൊരു ഹാർട്ട് ബീറ്റ് ഉണ്ട്, അതൊരു ജീവനാണ്. രാത്രി പുറത്തിരുന്ന് ആ ജീവനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ദയവ് ചെയ്ത് ചോദിക്കല്ലേ, കാരണം ഇതൊരു ഇമോഷണൽ ബോണ്ടിങ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് എങ്ങനെയാണ് ചേർന്നങ്ങ് ഒട്ടുന്നത്, അതേപോലെയാണ് യൂണിവേഴ്സിനോട്. എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറഞ്ഞുതരാം. സ്നേഹിക്കാൻ അറിയണം, കണക്ട് ചെയ്യാൻ അറിയണം. അറിയില്ലെങ്കിൽ അതങ്ങ് പഠിക്കുക. ബുക്ക് നോക്കി പഠിക്കാൻ സാധിക്കില്ല, നമ്മൾ റിസ്ക് എടുക്കണം. പറയില്ല, ലവ് ഈസ് എ റിസ്ക്. ആ റിസ്ക് എടുത്ത് കൊണ്ട് പഠിക്കണം, എന്നാലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയുള്ളൂ. ടോക്സിക് ആവണമെന്നല്ല, ബോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. അതേപോലെ രാത്രി യൂണിവേഴ്സായിട്ട് അങ്ങ് ബോണ്ട് ആവുക. ജസ്റ്റ് കണക്ട് ടു ദ യൂണിവേഴ്സ്, ഫീൽ ദ യൂണിവേഴ്സ്. രാത്രിയിൽ ആ കാറ്റും ആ സൗണ്ടും നക്ഷത്രങ്ങളും യൂണിവേഴ്സിൻ്റെ ആ ഒരു വ്യാപ്തിയും അതിൻ്റെ ആഴവും എല്ലാം നന്നായിട്ട് അങ്ങ് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ അറ്റൻഷൻ കൊണ്ടുവരിക. അതിനങ്ങ് തുറക്കുമൊന്നും വേണ്ട, ഹാർട്ട് ചക്ര തുറന്നങ്ങ് കറക്കുമൊന്നും വേണ്ട, അതല്ല പറയുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക, ഒന്ന് അറ്റൻഷൻ കൊടുക്കുക. കാരണം അത് ഇമോഷൻസിൻ്റെ ഒരു ബേസാണ്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറൊന്നും കാര്യം ചെയ്യണ്ട. കണക്ട് ടു ദി യൂണിവേഴ്സ്, മേർജ് വിത്ത് യൂണിവേഴ്സ്. അതിനോടൊരു വളരെ ക്ലോസ് ആയ ഒരു ഫ്രണ്ടിനെ പോലെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ലവറെ പോലെ അതിനോടങ്ങ് ബോണ്ട് ചെയ്യുക. ജെൻഡർ ഒന്നും കൊടുക്കണ്ട, മെയിൽ ഫീമെയിൽ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് എ ലവർ. കണക്ട് ചെയ്യുക, ഡീപ്പായിട്ട് കണക്ട് ചെയ്യുക. ദെൻ ഓപ്പൺലി ടോക്ക് അബൌട്ട് യുവർ ഡിസയർ. ഇറ്റ്സ് വെരി ഈസി. ഓപ്പൺലി നിങ്ങളുടെ ഡിസയർ എന്താ നമ്മൾ സംസാരിക്കുക. എനിക്കിത് വേണം, ഇത് വേണം, അതല്ല ഞാൻ പറയുന്നത്. ഞാനൊരു സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കിന്നൊരു ജോലി വേണമെന്ന് പറയാം. ഓക്കെ, അതെങ്ങനെ നമ്മൾ യൂണിവേഴ്സിനോട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഇപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് ജീവിക്കണം അല്ലേ, അതിന് പൈസ വേണം. അതിന് ഭൂമിയിലുള്ള വഴി എന്ന് പറഞ്ഞാൽ മെറ്റീരിയലി ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ ഒരു വഴിയുണ്ട്, കാരണം ആ ജോലി ഞാൻ ആഗ്രഹിക്കുന്നു, അത് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. വേറെ ചെയ്തുകൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കാം, പക്ഷേ എന്തോ എനിക്കിതിനോടാണ് കുറച്ച് താല്പര്യം, അതിനോട് ഞാൻ സിങ്ക് ആവുള്ളൂ എനിക്ക് തോന്നുന്നു. എനിക്കിതിൽ ഇറങ്ങണം എന്നുണ്ട്, എനിക്ക് ഈ ജോലി കിട്ടണം എന്നുണ്ട്, എനിക്കിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ട്, കറക്റ്റ് ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ എനിക്ക് ജോലി കിട്ടണം എന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാനതിന് യോഗ്യതയുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല, ആ വൈബ്രേഷൻ ഞാനായിട്ട് മാച്ചിങ് ആണോ എന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും നീ തീരുമാനിക്കുക.
എൻ്റെ ഡിസയർ ഇതാണ്, എനിക്ക് ഇന്ന രീതിക്ക് എനിക്ക് ഫീൽ ആവണം. എനിക്ക് ഒന്നാമത് പൈസ വേണം, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എനിക്ക് വർക്ക് ചെയ്യണം. ടോക്സിക് എൻവയോൺമെൻറ്റിൽ വലിയ പൈസയ്ക്കല്ല വർക്കാവേണ്ടത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഹാപ്പി ആയിട്ട് വർക്കാവണം, ഞാനതിൽ ഫുൾഫിൽഡ് ആയിരിക്കണം. എൻ്റെ മനസ്സിൽ, എൻ്റെ ബുദ്ധിയിലും എൻ്റെ അറിവിലും ഇന്ന ജോലിയാണ് എനിക്ക് ചേരുകയെന്ന് വിചാരിക്കുന്നു, ഞാൻ അതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ബുദ്ധിയല്ലേ, ഉറപ്പ് പറയാൻ പറ്റില്ല, നിൻ്റെ എത്ര വ്യാപ്തിയൊന്നും എനിക്കില്ല. അപ്പോൾ എനിക്ക് എന്താണ് ശരിയെന്നുള്ളത് നീ തീരുമാനിക്കുക. ഇനി അഥവാ ഞാൻ ആ വൈബ്രേഷന് മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ എന്നെ ആ വൈബ്രേഷനുമായി ഈക്വൽ ആക്കാനുള്ള ഏത് നടപടി നീ എടുത്തോ, എന്നെ എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്തോ, ഞാൻ റെഡിയാണ്. ഹെൽപ്പ് മീ, ഇതാണ് കറക്റ്റ് അപ്ലിക്കേഷൻ. അല്ലാതെ LKG കുട്ടികൾ BE എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സ് നോക്കിയിട്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു 11 എന്ന് പറഞ്ഞ് തള്ളി മറിച്ച് ഉരുളരുത്. ഡോണ്ട് ബി എ ഫൂൾ, ഡോണ്ട് ബി എ ജോക്കർ, ഡോണ്ട് ബി എ ക്ലൗൺ, ഡോണ്ട് ബി എ ബ്ലഡി ക്ലൗൺ. മനുഷ്യനല്ലേ നമ്മൾ, അല്ലേ? നമുക്കൊരു കോൺഷ്യസ്നെസ് ഇല്ലേ, അത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ജോക്കേഴ്സിനെ പോലെ അങ്ങ് ആകാശവും നോക്കി ഒരു നമ്മൾ പറയില്ലേ, ഒരു മെൻ്റലായ ഒരാളെ പോലെ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു 11 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാണുന്നവരെന്താ വിചാരിക്കുക? അപ്പോൾ ആ സ്റ്റൈൽ അങ്ങ് കളയുക. നമുക്ക് വെസ്റ്റ് ഒന്നും വേണ്ട, ഓക്കെ? നമുക്കിങ്ങ് ഈസ്റ്റ് മതി, നമ്മുടെ സ്വന്തം ഹൃദയം മതി, നമുക്ക് വേറെ ഒരാളുടെ സഹായം ആവശ്യമില്ല. നിങ്ങൾ ഈ പ്രൊസീജിയർ ഈ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്തുള്ള ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഇൻ്റലിജൻസിനെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ കൊടുത്തു, ആഗ്രഹം കൊടുത്തു കഴിഞ്ഞു, പക്ഷേ എൻ്റെ വഴിക്ക് നീ തരണമെന്ന് നിങ്ങൾ പറഞ്ഞില്ല. പകരം നല്ല കുട്ടിയായിട്ട് സത്യസന്ധമായി പറയണേ, ഞാൻ പറഞ്ഞതെന്ന് കൊണ്ട് ലൈനായിട്ട് എഴുതി വെച്ച് കാണാപ്പാടം പഠിച്ച് അവിടെ പോയി തള്ളരുത്, അതല്ല ഞാൻ പറയുന്നത്. ബി ട്രൂത്ത്ഫുൾ, അല്ലെങ്കിൽ 8ൻ്റെ പണി തിരിച്ചു കിട്ടും. യൂണിവേഴ്സാണ് കളിക്കാൻ നിൽക്കരുത്. ബി ട്രൂത്ത്ഫുൾ, ഉള്ളതുപോലെ പറയൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ്സും യൂണിവേഴ്സ് എന്ന് പറഞ്ഞ കോൺഷ്യസ്നെസ്സും ഒന്നാണ്. അഹം ബ്രഹ്മാസ്മി ഒന്നാണ്. അതിനടുത്ത് പോയി കള്ളം പറയാൻ നിൽക്കരുത്, ഈസിയായിട്ട് മനസ്സിലാവും. അപ്പോൾ ഉള്ളതുപോലെ പറയാം. നിങ്ങളുടെ മോഹമോ അതിമോഹമോ എന്ത് വേണേലും പറഞ്ഞോളൂ. പക്ഷേ ഇങ്ങനെ ഈ ഫോർമാറ്റിൽ കൊടുത്താലുള്ള ഒരു അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് കൺട്രോൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതല്ലേ കേശി മറ്റേ ലെറ്റ് ഗോ അല്ലല്ല, അത് കൈവീശി നടക്കലാണ്. അതല്ല, നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കോ ക്രിയേഷൻ എന്ന് പറയും, നമ്മൾക്കതിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന യൂണിവേഴ്സ് ആയിരിക്കണം, നമ്മളതിൻ്റെ ഓപ്പറേഷണൽ മാനേജർ മാത്രമായിരിക്കണം. നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ലെറ്റ് ഗോ ചെയ്താൽ കൈയും കെട്ടി കിടന്നുറങ്ങാന്നാണ് അർത്ഥം. അങ്ങനെ ചെയ്യാൻ പാടില്ല. യു ഷുഡ് വർക്ക് ഫോർ അവർ ഡിസയേഴ്സ്. അധ്വാനിക്കണം, കിട്ടില്ല. നിങ്ങൾ ഈ റിക്വസ്റ്റ് കൊടുത്ത് കൈയും കെട്ടി ചെയ്യുന്ന ജോലി കിട്ടുമോ? ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഒരു റിക്വസ്റ്റും കൂടി കൊടുത്തു, എനിക്ക് ആ വൈബ്രേഷൻ മാച്ചിങ് അല്ലെങ്കിൽ എന്നെ അതിനോട് മാച്ച് ചെയ്യൂ യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ് അതിനുള്ള നടപടി എടുക്കും. ഇപ്പം നിങ്ങൾക്ക് ആ ജോലി തരാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനുള്ള വൈബ്രേഷൻ നിങ്ങൾക്കില്ലെങ്കിൽ, ആ വൈബ്രേഷൻ നിങ്ങൾ എത്തിക്കാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്. സോ യൂണിവേഴ്സിന് ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ വൈബ്രേഷനെ ഈക്വൽ ആക്കും. അതിനുള്ള ചിലപ്പോൾ മേബി നിങ്ങളൊരു ക്ലാസ്സിനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ ആരെങ്കിലും ഒരു ടീച്ചറിനെ പരിചയപ്പെടുന്നതായിരിക്കും, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലിലേക്ക് എത്തുന്നതായിരിക്കും, ചിലപ്പോൾ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എത്തുന്നതായിരിക്കും. വി ഡോണ്ട് നോ, അതൊക്കെ യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്. അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? എഫേർട്ട് ഇടണം. ദെൻ യു വിൽ ബി ദെയർ. ഇതാണ് അതിൻ്റെ സ്റ്റൈൽ, ദ കറക്റ്റ് ഫോർമാറ്റ്. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇൻ്റലിജൻസ് അല്ല യൂണിവേഴ്സ്, നിൻ്റെ ഇൻ്റലിജൻസ്, യുവർ ഇൻ്റലിജൻസ്, യുവർ ഫങ്ഷണൽ ഇൻ്റലിജൻസ്, അതാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഞാനല്ല, ഞാനൊന്നുമല്ല. ഇത് ചെയ്യണം. ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സിന് എറിഞ്ഞു കൊടുത്തിട്ട് നീ ചെയ് എന്നുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ അപമാനിക്കാൻ പാടില്ല, തിരിച്ച് നന്നായി അപമാനിക്കും. അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും ചെയ്യാം. അതിൽ എൻ്റെ റോള് മിനിമലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് റോളുണ്ട്, പക്ഷേ ഞാൻ മിനിമലാണ്. എനിക്ക് തന്ന പിച്ചയാണ് ഈ ജീവിതം, അല്ലേ? മനുഷ്യർ നമുക്ക് പിച്ച തന്നാണ് യൂണിവേഴ്സ്, ഈ ജീവൻ എന്ന് പറഞ്ഞ തുടിപ്പ്. അപ്പോൾ ഞാനാരാ ഡിമാൻഡ് ചെയ്യാനും കമാൻഡ് ചെയ്യാനും? കമാൻഡ് ചെയ്യാൻ പറ്റും. എപ്പോൾ? മാസ്റ്റർ ആവുമ്പോൾ, യോഗിയാവുമ്പോൾ. അതിന് മുമ്പ് വരെ ഒന്നിനും നിൽക്കരുത്, മിണ്ടാതിരിക്കുക. നമ്മളൊന്ന് ഫ്രണ്ട്ഷിപ്പിൽ ടൈപ്പിൽ പോകണം. അതാണ് ഈ ഫോർമാറ്റ്. ഇത് കറക്റ്റായി ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സും നിങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യും. ദ ഫാസ്റ്റസ്റ്റ് വേ ടു മാനിഫെസ്റ്റ്. നിങ്ങൾക്ക് ആ വൈബ്രേഷൻ ഇല്ലെങ്കിൽ ആ വൈബ്രേഷൻ ഈക്വലി നിങ്ങളെ എത്തിക്കും. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസയർ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൈത്തരും. ക്ലിയർ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഒന്ന് ഫീൽ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും റൂൾ നമ്മൾ തെറ്റിച്ചോ? പ്രകൃതി നിയമം തെറ്റിച്ചോ? കപ്പാസിറ്റി നമുക്ക് എങ്ങനെ കറക്റ്റായി? ആ പോയിന്റ് കറക്റ്റായി. ഇൻറ്റ്യൂഷൻ എതിരാണെങ്കിൽ പോലും യൂണിവേഴ്സ് അവിടെ ഇടപെട്ട് നമ്മളൊരു പോയിന്റ് പറഞ്ഞു, അല്ലേ? ഞാനതിനല്ലെങ്കിൽ ഹെൽപ്പ് മീ,
എന്ന് പറഞ്ഞു യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യും. ഒരു തരത്തിലുള്ള ഫ്രിക്ഷനോ പ്രശ്നങ്ങളോ ഒരു കോട്ട് സൂട്ട് ഇട്ട് ഒരു മാമൻ്റെ കാലിൽ പോലും നിങ്ങൾ വീഴേണ്ട ആവശ്യമില്ല. നിങ്ങളും യൂണിവേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, അതാണ് ഈ ചാനലിലും ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് മാത്രമേ ഞാനിവിടെ ആഗ്രഹിക്കുന്നുള്ളൂ. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മിഡിൽ മാൻ ഉണ്ടാവാൻ പാടില്ല, നിങ്ങളും യൂണിവേഴ്സും. ഓക്കെ, അങ്ങനെ അതിനുള്ള ടൂളുകൾ ഞാനിവിടെ ചാനലിൽ എന്തായാലും ഭാവിയിൽ പ്രസൻറ്റ് ചെയ്യും. ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ഒരു ഫോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫോൺ, മെസ്സേജിങ് ആപ്പ് എന്നുള്ള പോലെ നിങ്ങൾക്ക് അതിനുള്ള പ്രാക്ടീസസ് എന്തായാലും തരും. പക്ഷെ ഒരിക്കലും നിങ്ങളൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യാനേ പാടില്ല. എനിക്ക് 30,000 താ, എനിക്ക് 40,000 താ, എനിക്ക് 10 ലക്ഷം താ, ഞാൻ നിൻ്റെ എല്ലാം ഡിസൈറിൽ ഞാൻ ഒരു ടെക്നിക്ക് തരാം, അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റൈൽ, ഞാൻ പൊതുവെ പണ്ടേ കൊടുത്തുള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഐ വിൽ ഗിവ് എ ടെക്നിക്ക്. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ പോലെയാണ്. അത് നിങ്ങൾ എടുക്കുക, നിങ്ങൾ ചെയ്യുക. പിന്നെ ഞാനും നിങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ നിങ്ങൾ യൂണിവേഴ്സാണ് ബന്ധം. ഓക്കെ, ഐ എം നോട്ട് റെസ്പോൺസിബിൾ. ക്ലിയർ? സോ ഇതാണ് ഈ ചാനലിൽ നമ്മൾ എപ്പോഴും ഇനി അങ്ങോട്ടൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളും യൂണിവേഴ്സായിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. മിഡിൽ മെൻ ഉണ്ടാവില്ല. യൂണിവേഴ്സിനോട് കെഞ്ചല്ല, യൂണിവേഴ്സിൻ്റെ ഒപ്പം നിന്നിട്ടാണ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ എന്നും നിങ്ങൾ ചെയ്യുന്ന പോലെ മറക്കാതെ കമൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുക.